ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങോ ഡയറക്ട് ടാക്സോ ഇൻഡയർ ടാക്സിന്റെ ഒന്നും ക്ലാസ് ഒന്നുമല്ല. ജസ്റ്റ് എക്സാം ഒക്കെ ആവാറായി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് സമയത്തിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ പലരും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത് പാസ്സായാൽ എന്ത് ചെയ്യും, പാസ്സായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിവേ, അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എക്സാം ആവും. ഓക്കെ, അത് എല്ലാ 6 മാസം കൂടുമ്പോഴും എക്സാം ഒക്കെ വരും. അതൊക്കെ അതിന്റെ പാർട്ട് വിടും. ഈ എക്സാം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് എന്താ പറയുക, നമ്മളുടെ ഒരു കോഴ്സിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നൊരു ചെറിയൊരു കാര്യമാണെന്ന് വിചാരിക്കുക. ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പഠിക്കുക. നമ്മൾ അത്ര വലിയ ഇങ്ങനെ തല പോകുന്ന കാര്യമൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ലൈഫിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു കോഴ്സിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു എക്സാം എഴുതാൻ പോകണം. ജസ്റ്റ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഫസ്റ്റ് തിങ്, ടെൻഷൻ ഒഴിവാക്കാനും റിലീവ് ആവാനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ലോകം കീഴടക്കി എന്ന് വിചാരിക്കുകയും വേണ്ട, തോറ്റു കഴിഞ്ഞാൽ ലോകം നശിച്ചു പോകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്രയും ദിവസം വർക്ക് ചെയ്തത് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? മാസങ്ങളോളം, ചിലപ്പോൾ കുറെ അറ്റംപ്റ്റ് ആയിട്ടുണ്ടാവും, ചിലവർ 4 അറ്റംപ്റ്റ്, 5 അറ്റംപ്റ്റ്, 6 അറ്റംപ്റ്റ്, വാട്ട് എവർ അറ്റംപ്റ്റ് യു ഹാവ്. നിങ്ങൾ എത്ര എടുത്താലും കുഴപ്പമില്ല. ഓർ യു ആർ അറ്റൻഡിങ് ഫോർ ദി ഫസ്റ്റ് ടൈം. എത്ര എടുത്താലും ഇതൊന്നും എവിടെയും നിങ്ങളെ ബാധിക്കാൻ പോകുന്ന കാര്യമില്ല എന്നുള്ളത് ആദ്യം മൈൻഡിൽ ഉറപ്പിക്കുക. ജയവും തോൽവിയൊന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ഇനിയുള്ള സെഷൻസ് കാണാം. ഓക്കെ. അപ്പോൾ ജയം തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിച്ചത് വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ഈ എഫേർട്ട് എടുത്തിട്ട് ഈ എക്സാം പാസ്സാവാൻ പറ്റുമെന്ന് നോക്കാലോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് പാസ്സാവാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി എന്റെ കൺട്രോളിലുള്ള കുറച്ച് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പോലുള്ള സബ്ജക്റ്റുകൾ, ഓർ ഈവൻ നിങ്ങളുടെ ഏത് പേപ്പറോ ആയിക്കോട്ടെ, CMA ഇന്റർമീഡിയറ്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ആ എക്സാം നിങ്ങളെ പേടിപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ ഇത് ഓക്കെ, ഇത് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ എക്സാമിന് ഉള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർ അങ്ങനെയും പറയണമെന്നില്ല, നിങ്ങൾ മേ ബി ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കഥയൊന്നുമല്ല, വലിച്ചു നീട്ടുകയല്ല. എക്സാമിനേഷൻ ഹാളിലും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അത് ഞാൻ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റ് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. ഓക്കെ അല്ലേ? ഞാൻ നേരെ എൻ്റെ നമ്മളുടെ കണ്ടന്റ് ക്ലാസ് ഫോർമാറ്റിലേക്ക് പോയിട്ട് ജസ്റ്റ് എന്താണ് ഈ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓൾ ഗുഡ്? ഓക്കെ. അതായത് ഈ ഒരു സെഷൻ വെച്ച് നിങ്ങൾക്ക് മേ ബി ഓക്കെ ഇത് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റും. മേ ബി നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, ബട്ട് ചില പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ചിലവർ കുറച്ച് ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. ഫുള്ള് പഠിച്ചവർക്കും ടെൻഷൻ ഉണ്ടാവും, ഒന്നും പഠിക്കാത്തവർക്കും ടെൻഷൻ ഉണ്ടാവും, ഇടയിൽ നിൽക്കുന്നവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ടെൻഷനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഏത് ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ബട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് പറ്റുമെന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ചില തോട്ട്സ് ഉണ്ട്. ആ തോട്ട്സ് നിങ്ങളുടെ തലയുടെ ഉള്ളിൽ കയറ്റിവിടാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ കുറച്ച് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിലൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതായത് നിങ്ങളുടെ ഓക്കെ ദിസ് ഇസ് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി പറയാണ്. കണ്ടന്റോ കാര്യങ്ങളോ കോൺസെപ്റ്റോ ക്വസ്റ്റ്യൻ സോൾവിങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് 40 വിചാരിക്കുന്നവർക്ക് 40ഉം 60 വിചാരിക്കുന്നവർക്ക് 60ഉം കിട്ടാനുള്ള കുറച്ച് പരിപാടികൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കൂ ഒരു മിനിറ്റ്. നോക്കൂ, ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് എടുത്തത്. വാട്ട് എവർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിൽ പാറ്റേൺ നിങ്ങൾക്കറിയാലോ. 2 × 15 30 മാർക്ക്. ഇതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 30 മാർക്ക് MCQ ആയിരിക്കും, 70 മാർക്ക് എന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണില്ല. ഓക്കെ. 30 മാർക്ക് MCQവും 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും ആയിരിക്കും. ശരിയല്ലേ? ശ്രദ്ധിക്കേണ്ടത് ഈ 30 മാർക്കിന്റെ MCQ തല പോണ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല ഇവർ ചോദിക്കുന്നത്. ഈ 30 കവർ ചെയ്യാൻ നിങ്ങൾ ചെയ്യാത്തവര് ഇനി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലത്തെ എല്ലാ ചാപ്റ്ററിന്റെയും ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു തവണയെങ്കിലും ഒന്ന് കവർ ചെയ്യാം. ഇനിയും സമയമുണ്ട് MCQ ഒക്കെ സോൾവ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇപ്പൊ MCQന്റെ പാർട്ട് മുഴുവൻ
ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയതും ഇറക്കാത്തതുമായിട്ടുള്ള എല്ലാം കൂടി കവർ ചെയ്യാൻ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ദിവസം മതി. വട്ടവർ മേ ബി അര ദിവസത്തിലൊക്കെ തീരും. ഇനി ഓൾറെഡി കവർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഓക്കെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. മെറ്റീരിയലിന്റെ ബാക്കിലുള്ള എല്ലാ MCQ, ദെൻ ഇതിന് പുറമെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന MCQ ക്വസ്റ്റ്യൻ ബാങ്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയത് മതി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് മേ ബി ഒരു 100-150 ചില സബ്ജക്റ്റുകളിൽ 100-150 ഉണ്ട്, ചില ചാപ്റ്ററുകളിൽ ചില സബ്ജക്റ്റുകളിൽ അതിനേക്കാളും കുറവാണ്. ഈ MCQ പാർട്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി സിമ്പിൾ ആയിട്ട് സാധാരണ ചോദിക്കുന്നതാണ്. ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവിനേക്കാളും വളരെ എളുപ്പമാണ് ആൻഡ് വളരെ സമയം കുറവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ശരിക്കും പറഞ്ഞാൽ 30 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ 30 മാർക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ 30 ഡിവൈഡഡ് ബൈ 180, ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് 54 മിനിറ്റ് എടുക്കാൻ പറ്റും ഈ 30 മാർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 180 ആണ് നമുക്ക് ടോട്ടൽ അവേഴ്സ് അവൈലബിൾ, 30 മാർക്ക്. അപ്പോൾ 180 × 0.3 എന്ന് അടിച്ചാൽ മതി. ഓക്കെ, 54 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി ഈ സാധനം. ബട്ട് ഈ 30 എണ്ണം സോൾവ് ചെയ്യാൻ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 30 മിനിറ്റ് മതി എന്നാണ് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യുക 30 മിനിറ്റിൽ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി വാട്ട് എവർ വേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് വെച്ചാൽ പോലും, സമയം എടുത്താൽ പോലും നിങ്ങളൊരു 23+ ഇതിന്ന് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബേസ്ഡ് ഓൺ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ്. 23 മാർക്ക് പ്ലസ് 23 മാർക്ക് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു MCQ പാർട്ട് മെറ്റീരിയൽ തന്നെ വരാൻ സാധ്യതയുണ്ട്, ഹൈ ചാൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബെറ്റർ പാർട്ട്, അതായത് ഒരു പാസ്സാവണം എന്നുള്ളതിന്റെ പകുതി നമുക്ക് അരമണിക്കൂറിൽ റെഡിയാക്കാൻ പറ്റും. രണ്ടാമത്തെ പാർട്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിലാണ് എല്ലാവർക്കും ടെൻഷൻ. നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അത്ര പഠിച്ചിട്ടില്ല, ഇത്ര പഠിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 70 മാർക്ക് നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ തരുന്ന ക്വസ്റ്റ്യൻസിന്റെ അളവ് എത്രയാ? 7 × 14 എത്രയാണെന്ന് നോക്കൂ. 7 × 14 ഏകദേശം 98 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഈ 98-ൽ നിങ്ങളുടെ അടുത്ത് എത്ര എഴുതിയാൽ മതി എന്ന് പറയുന്നത്? 70 മാർക്കിന്റെ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. മീൻസ് 28 മാർക്ക് നിങ്ങളോട് വിട്ടോളാൻ പറയുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് ഈ 28 മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. മേ ബി അത് 7 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആവാം, ഓർ 14 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആവാം, 10 മാർക്കിന്റെ 1, 4 മാർക്കിന്റെ 1 എന്ന് പറഞ്ഞിട്ടാവും. വാട്ട് എവർ വേ 28 മാർക്ക് നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, 28 മാർക്ക് വിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്റ്റിൽ എത്രയുണ്ട് എഴുതാൻ? 100 മാർക്കിന് എഴുതാനുണ്ട്. ഇനി അടുത്ത കാര്യം ഞാൻ പറയുകയാണ്, ഈ 100 മാർക്കിനും എഴുതണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ +1 +2 മൈൻഡ് സെറ്റ് ഒന്നും വേണമെന്നില്ല. ഞാൻ ഒരു ഗതിയില്ല സാറേ എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള പോയിന്റ് പറയുന്നത്. എടാ 100 മാർക്കിന് എഴുതിയിട്ട് 40 വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. ആലോചിച്ച് നോക്കുക, MCQ പാർട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇനി ഒരു 17 മാർക്ക് മതി. MCQ പ്രൊവൈഡഡ് 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും, ഇനി ഒരു 20 മാർക്ക് മതി. 100 മാർക്കില് എവിടെ പോയി? ഈ 70 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ 28 വിട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള ഈ 70 മാർക്കിന് 20 മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. BRS ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ബേസിക് റെക്ടിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബേസിക് NPOയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. 40 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഏതൊരു പേപ്പറിനെ സംബന്ധിച്ചും ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നറിയില്ല. CMA ഇന്റർമീഡിയറ്റ് പേപ്പറിൽ ഞാനിത് സിംപ്ലിഫൈ ചെയ്ത് പറയുകയല്ല. ഒരുവിധം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് 40 is easy. ഗെറ്റിംഗ് 60 എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ടി വരും. ഞാൻ പറയുന്നത് ഈ 100 മാർക്കിൽ ഞാൻ പറഞ്ഞു 28 വിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പിന്നെ ഒരു 14 മാർക്ക് കൂടി നിങ്ങൾ വിട്ടോളൂ. ഞാൻ പറയുന്നത് അയ്യോ രാഹുൽ സാർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിടാനല്ല ഞാൻ പറയുന്നത്. ഒരു ഗതിയുമില്ല, പാസ്സാവില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ബാക്കിയുള്ള 70-ല് പിന്നെ നിങ്ങളൊരു 14 മാർക്ക് വിട്ടു എന്ന് വിചാരിക്കുക. 70 14 പോയി എത്രയും സ്റ്റിൽ 56 മാർക്ക് ഉണ്ട്. ആ 56 മാർക്കിന് എഴുതിയാലും മതി. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് നോർമലി പറയുന്നത് എന്താ? ഈ 28 ഓൾറെഡി വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ നിങ്ങളൊരു 14 മാർക്ക് വിട്ട് കഴിഞ്ഞാലും ബാക്കി 56 ഉണ്ട്. ഈ 56 + 30 86 മാർക്കിന്ന് നിങ്ങളുടെ അടുത്ത് എത്രയും വാങ്ങിക്കാൻ പറയുന്നുള്ളൂ?
40 ടു 50 മാർക്ക്. നിങ്ങൾക്ക് അഗ്രിഗേറ്റ് വേണമെന്നുണ്ടെങ്കിൽ 50 മാർക്സ് വേണമെന്ന് വിചാരിക്കുക. ഈ 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 60 വാങ്ങിക്കുക എന്ന് പറയുന്നത് 86 മാർക്കിന് എഴുതിയാലും നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ 40 വാങ്ങിക്കാൻ പാടുള്ളൂ, 40 മാർക്ക് വാങ്ങിക്കാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നു എന്നൊന്നും അല്ല. പാസ്സാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിംപ്ലിഫൈഡ് മാത്സ് ഞാൻ പറഞ്ഞു തന്നത്. 28 മാർക്കിന്റെ എനിവേ നിങ്ങൾക്ക് വിടാം. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടില്ല, വിട്ടോളൂ. 14 മാർക്കിന്റെ ഒരെണ്ണം വിട്ടു. ബ്രാഞ്ചോ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലുമൊക്കെ പഠിച്ചിട്ടില്ല, ഏതെങ്കിലുമൊക്കെ വിടുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് അറിയും, രണ്ടാമത്തെ പാർട്ട് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ആ രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ആ മറ്റേ 70-ൽ 86 എഴുതിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിക്ക് തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പഠിക്കാത്തതിനെ ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്ന് ഉദ്ദേശിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ലക്കിന് നിങ്ങൾ പഠിക്കാത്ത പോർഷൻസിന് ഒരു പാർട്ടിന്റെ 2 പാർട്ട് നിങ്ങൾ പഠിക്കാത്തതാണ്, വിടാം. 28 മാർക്കിന്റെ വിടാലോ, അതിന് വിട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ വറീഡ് ആവാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. ശരിയല്ലേ? ലാസ്റ്റ് മൊമെന്റിൽ ഇനി പഠിച്ച് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് വറീഡ് ആവരുത്. നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് പാസ്സാവാനുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പ്രൊവൈഡഡ് പറഞ്ഞ സാധനങ്ങൾ വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പഠിച്ച സാധനങ്ങൾ വൃത്തിക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ്സാവാനുള്ളത് ഉണ്ട്. എടാ പിന്നെ എല്ലാവരും തോന്നുന്നുണ്ടോ നിങ്ങൾ 100 മാർക്കിന് പഠിച്ചിട്ട് 120 മാർക്കിനും പഠിച്ചിട്ടാണ് 100 മാർക്കിൽ 90 മാർക്കും 80 മാർക്കും വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. പലരും എന്നെ പോലെ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും, മേ ബി ഇന്റലിജന്റ് സ്റ്റുഡൻസ് ആയിരിക്കും, വാട്ട് എവർ. നിങ്ങൾക്ക് പാസ്സാവാനുള്ളതൊക്കെ ആ പേപ്പറിൽ ഉണ്ടടാ, അതൊന്നും ടെൻഷൻ ആവണ്ട. ഉള്ളത് കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർന്നു, കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞ് പോയി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ 40 കിട്ടാനുള്ള വകുപ്പൊക്കെ അവർ അതിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, പുഷ് ചെയ്തിട്ട് 60 എബവ് സ്കോർ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പോർഷൻസ് തീർന്നിട്ടില്ല, നൺ ഓഫ് യുവർ ബിസിനസ്. പഠിച്ചു തീർന്നില്ല, വാട്ട് എവർ ദി റീസൺസ്, മടിയായിരിക്കാം, വീട്ടിലത്തെ ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻസ് ഇഷ്യൂസ് ആയിരിക്കാം, ഓഫീസിൽ പോകുന്നവരായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ടും പറ്റാവുന്നതേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് വേറെ അങ്ങനെ തല പോകുന്ന കാര്യമൊന്നുമല്ല. അറിയാത്ത പോർഷൻസ് ഒക്കെ വിടുക, ഉള്ളത് വൃത്തിക്ക് എഴുത്. 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരെണ്ണം അറിയണത് വന്നു, 12 മാർക്ക് സ്കോർ ചെയ്യാൻ നോക്ക്. 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ അറിയുന്നത് വന്നു, 6ഓ 7ഓ സ്കോർ ചെയ്യാൻ നോക്ക്. അപ്പോ എന്ത് ചെയ്താൽ മതി, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. പഠിച്ചത് വൃത്തിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാസ്സാവാനുള്ളത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവും ഉണ്ട്. 60+ ഒക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടഫ് ഉള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളത് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനാലിസിസിനെ പറ്റി മനസ്സിലാവും. ആൻഡ് ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം, തല പോവൊന്നുമില്ല, ജീവൻ മരണ പോരാട്ടമൊന്നും അല്ല എന്ന് ആദ്യം വിചാരിക്കുക. മേക്ക് ഇറ്റ് സിമ്പിൾ. ഒന്ന് സ്ട്രെസ് കുറയും, ദെൻ ഇത് എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ടാണല്ലോ ബുദ്ധിമുട്ടിയത്, എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തു. നമുക്ക് പറ്റാവുന്ന പലതിനെയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും മാറ്റിവെച്ച് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്ന ഉറച്ച് വിശ്വസിക്കുക. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. സെൽഫ് കോൺഫിഡൻസ്, എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ വരാനുള്ളത് വരും എന്നുള്ള രീതിയിൽ അങ്ങനെ വിടുക. വിശ്വാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, വിശ്വാസികളല്ല എന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. അതൊന്നും ഇതിലൊന്നും മാറ്റർ അല്ല. നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ് ഒക്കെ ഒഴിവാക്കുക. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നല്ലപോലെ പഠിച്ചാലും 40 മാർക്ക് കിട്ടാനുള്ളത് അതിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. MCQവും ബാക്കിയുള്ള കുറേ പാർട്ടിൽ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ അടക്കം 40 കിട്ടാനുള്ളതുണ്ട്. നല്ലപോലെ പ്രിപ്പയർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ 60s, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുട്ടുപോലെ അടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 60-70 അടിക്കുന്നവരുണ്ട്. പഠിക്കാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ പഠിച്ചതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മേലെ കോൺഫിഡൻ്റ് ആയിരിക്കുക. ആൻഡ് വേറെ ഒന്നുമില്ലടാ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മളുടെ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് ഡൗട്ട് ക്ലിയറിംഗ്സിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ടുള്ളതൊക്കെ ചോദിച്ചോളൂ. ഓർ പേഴ്സണലി എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സംസാരിക്കാം. നിങ്ങളുടെ എക്സാം സമയത്ത് ഞാൻ പൊതുവെ അവൈലബിൾ ആവാൻ നോക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ടോക്ക് പേഴ്സണലി ഓർ നിങ്ങളുടെ അവസ്ഥ മേ ബി ഞാൻ തോറ്റത്രയൊന്നും നിങ്ങൾ ഒരാളും തോൽക്കാൻ ചാൻസ് ഇല്ല. സ്റ്റിൽ ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കോൺഫിഡൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്.
അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ള വില കളയാതിരുന്നാൽ മതി. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. തോൽവിയിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കാതെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ ഇമോഷണലാവും, അത് വിടും. തോൽവിയിലൊന്നും കാര്യമില്ല, അതൊന്ന് റിക്കവർ ആവും. ആ തോൽവി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫീൽ ഉണ്ടാവും, ബട്ട് വി വിൽ റിക്കവർ. ശരിയല്ലേ? ഓക്കെ. അപ്ന ടൈം ആയേഗ എന്ന് പറയുന്ന പോലെ എവറിത്തിങ് വിൽ ബി ബെറ്റർ. പ്രിപ്പയർ ചെയ്യൂ. എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ദെൻ ഏതൊരു പേപ്പർ എടുത്താലും ഏകദേശം ഈ കോമ്പിനേഷനിൽ തന്നെ പോവും. പാസ്സാവാൻ പറ്റാത്ത പേപ്പറൊന്നുമല്ല. ഓക്കെ. ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ. അതും പറഞ്ഞ് ഞാൻ ലേസി ആവാനല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ ഗട്ട് ഫീലിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കണം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ബാക്കിയൊക്കെ വരുന്നവിടെ വെച്ച് കാണാടാ. നമ്മള് പുലിക്കുട്ടികളല്ലേ, ഇത്രയും പഠിച്ചിരിക്കണം. ഇനിയിപ്പോ പാസ്സാവാനാണോ ബുദ്ധിമുട്ട്? വരുന്നവിടെ വെച്ച് കാണാം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. Hope you guys are preparing well. See you with next session. Thank you.